പയ്യന്നൂരിൽ വെച്ച്. അപ്പൊ അതിൽ പറയുന്നത് പാർട്ടിയുടെ 91 ലക്ഷം രൂപ നഷ്ടമായി എന്നുള്ളതാണ്. ഓരോന്നും കുറേ ദിവസമായാലും പറയാൻ തുടങ്ങിയിട്ട് ഇതിനെന്താ പാർട്ടി വ്യക്തമാക്കിയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അതിന് പിറകെ ഒന്നും പറയാനില്ല. കുഞ്ഞീഷൻ പറയുന്ന ഓരോന്നിനും ഓരോ ദിവസം മറുപടി പറയാൻ ഈ ജാതകം ഉത്തരവാദിത്വം. അദ്ദേഹം പറയുന്നത് പരസ്യമായിട്ടൊരു സംവാദത്തിന് വേണമെങ്കിലും അദ്ദേഹം തയ്യാറാണ്. ഏത് നേതാക്കളുമായിട്ട് ഇങ്ങനെ തയ്യാറുണ്ടോ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കൾ? അദ്ദേഹം പറയുന്നത് കുറെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ്. ആയിക്കോട്ടെ കൂടുതൽ നേതാക്കളുടെ പയ്യന്നൂരിലെ കൂടുതൽ നേതാക്കളുടെ പേരും ആയിക്കോട്ടെ. കുഞ്ഞീഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യവുമില്ല. ഞങ്ങളത് പറയേണ്ടത് പയ്യന്നൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയേണ്ടതുണ്ടെങ്കിൽ അവിടെ പറയാം. അത് പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി. അവിടെ ഉള്ള കാര്യം അവിടെ പരിഹരിച്ചു പോകും. ശരി. അത് കുഞ്ഞീഷനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. അയാൾക്ക് എന്തും ഉന്നയിക്കാം. അതുകൊണ്ട് ആ ഉന്നയിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ചർച്ച ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കുഞ്ഞീഷൻ്റെ അധ്യായം അടച്ചു കഴിഞ്ഞു. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹത്തെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അയാൾ ഇനി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോട് ഞങ്ങളുടെ ജാഥയിൽ ചോദ്യം ചോദിച്ച് അതിന് മറുപടി പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വെറുതെ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപിക്കും. കുഞ്ഞീഷ്ണാണ് കേട്ടോ. അതിന് പറയാതെ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഉത്കണ്ഠയില്ല എന്ന് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങൾ കുറേ ദിവസമായില്ലേ തുടങ്ങി. ശരി